എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ഏത് കമ്മ്യൂണിറ്റി, ഏത് പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിയെ പോലെ തന്നെ വളരെയധികം ഈ പറയുന്ന ഒരു ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു മരണം, ഒരു അഭിഭാഷകൻ പെട്ടെന്ന് ഒരു 40കളിലോ 50കളിലോ അല്ലെങ്കിൽ 30കളിലോ ഉള്ള ഒരു അഭിഭാഷകൻ മരിക്കുന്നു. അപ്പോൾ ആ കുടുംബം അനാഥമാകുകയാണ്. ആ കുടുംബത്തിനൊരു കൈത്താങ്ങായിട്ട് ഒരു 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 പർട്ടിക്കുലർ എമൗണ്ട് ലംസമായിട്ടൊരു 10 ലക്ഷം രൂപയെങ്കിലും ആ കുടുംബത്തിലെ ആ വിധവയാകുന്ന സ്ത്രീ അല്ലെങ്കിൽ അനാഥമാകുന്ന ആ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ കുടുംബത്തിന് അത് വലിയ കൈത്താങ്ങായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തവും ശക്തവുമായ ഒരു ഇൻഷുറൻസ് സ്കീം ഇവിടുത്തെ അഭിഭാഷകർക്ക്, ഒരു ലൈഫ് ഇൻഷുറൻസ് സ്കീം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു അഭിഭാഷകന് മാരകമായ എന്തെങ്കിലും രോഗം വരിക അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വരിക, ഇതിന് അദ്ദേഹത്തിന് ആ ഹോസ്പിറ്റൽ ചെലവിനെ ഒന്ന് നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, അത് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ നിലവിലുള്ള സംവിധാനങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് ഉത്തമമായ ഒരു സ്കീമിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് എൻ്റെ ഒരു ആശയമാണ്. കർണാടക ഗവൺമെന്റും ഗുജറാത്ത് ഗവൺമെന്റും അവരൊക്കെ നടപ്പിലാക്കിയതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ കുട പിടിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരു ഉത്തമമായ കാര്യമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും.